ഹലോ ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് മുല്ലപ്പൊക്കെ വെച്ചിട്ട് എവിടെ പോവാന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങാടിപ്പുറം അമ്പലത്തിൽ പോണത്. അപ്പോൾ രാവിലെ അത്യാവശ്യം മഴയില്ലാത്തൊരു സമയമായിരുന്നു. ഞാൻ ഇവിടുന്ന് കോട്ടയ്ക്കാണ് കേട്ടോ പോണത്. അവിടെ നിന്ന് ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറി, പിന്നെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം കേട്ടോ പോവാൻ. അപ്പോൾ ഞാൻ കുറേ നേരം വെയിറ്റ് ആക്കി. കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ കിട്ടിയത്. അങ്ങനെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ആളവിടെ കോട്ടയ്ക്കിൽ വെയിറ്റ് ആക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മുല്ലപ്പൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാ അമ്പലത്തിലേക്ക് പോകണേ വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചുമ്മാ ഒന്ന് പോകാൻ തോന്നി. അപ്പോൾ അങ്ങനെ പോവാണ്. ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അത്യാവശ്യം ലോങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ കാണാമെന്ന് വിചാരിച്ചു. ലൊക്കേഷനൊക്കെ ഭയങ്കര അടിപൊളിയുള്ള ലൊക്കേഷനാണ്. ഒരുപാട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അമ്പലമാണ് കേട്ടോ. അത്രയും വലിയ അമ്പലമാണത്. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. രാവിലെ നല്ല കാലാവസ്ഥ ആയിരുന്നു, പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിട്ടോ. അപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥ ഇങ്ങനെ മോശമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഏകദേശം 9 മണിയായപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കൊണ്ട് തന്നെ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയാണെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളിങ്ങനെ വലിയ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ ലോങ് ആണ്. അപ്പോൾ അധികം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങേ അറ്റത്ത് വരെ നമ്മൾ പോകണം. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. മഴ പെയ്തിട്ടുള്ള കാരണം ഫുള്ള് അവിടെ നനഞ്ഞൊക്കെ കുതിർന്നിരിക്കുകയാണ്. കൂട്ടത്തിൽ ഞങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ലാസ്റ്റ് എത്തി. നമുക്ക് ആ പടി കയറുന്നത് ഫുള്ള് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് കയറാം കേട്ടോ. അപ്പോൾ സൈഡിലായിരുന്നു ഇങ്ങനെ ചെരുപ്പ് അഴിക്കേണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ സൈഡിൽ ചെരുപ്പൊക്കെ അഴിച്ചിട്ടു അങ്ങനെ അമ്പലത്തിലേക്ക് കയറിയിട്ടോ. അത്യാവശ്യം നല്ല വലിയ അമ്പലം തന്നെയാണ്. ഉള്ളിലേക്ക് കയറുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പുറമേ നിന്ന് കാണുന്ന ആ ഒരു നോക്കുമ്പോൾ നമുക്ക് അത്രയും വലുതായിട്ട് തോന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞതൊക്കെ കറക്റ്റാണ് കേട്ടോ. അത്രയും വലിയ അമ്പലമായിരുന്നു. ഒരുപാട് കാണാനും കേൾക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരാറുണ്ടെന്ന് കേട്ടാൽ. കാരണം അതിൻ്റെ അപ്പുറത്ത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് അറിയില്ല. അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളങ്ങോട്ട് അമ്പലക്കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോയിട്ടാണ്. പിന്നെ എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ അതുപോലെ തന്നെ വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നു. അകത്തിങ്ങനെ ഒരുപാട് ദേവികളൊക്കെ വെച്ചിട്ട് ഓരോ ആൾക്കാരും ഇരു സൈഡിൽ നിന്നിട്ടും ചെറിയൊരു ഹോളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് ബലിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കയറി നോക്കിയിട്ടാണ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് ദൈവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പതിയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പതിയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ തന്നെ നമുക്ക് പ്രവൃത്തിയൊക്കെ അതേപോലെ ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആൾക്കാർ എപ്പോഴും പറയണത് നമ്മളെപ്പോൾ സംസാരിക്കുകയാണെങ്കിലും പോസിറ്റീവായിട്ട്. അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റുപാടിലൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര വിശ്വാസമുള്ള ഒരാളൊന്നുമല്ല, പക്ഷേ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ നിന്ന് വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത്. ഇത്രയും വലിയ പടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല സീനറിയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഫുള്ളും അറ്റത്തേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു അമ്പലക്കുളമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ, ഒരു നെഗറ്റിവിറ്റി വരുവാണെങ്കിൽ അതിലിങ്ങനെ തളർത്ത് പോരുത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അപ്പോൾ പക്ഷെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഒരു ഉപാധിയാണ് നമ്മൾ കേൾക്കാൻ ഒരാളുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരാളുണ്ടായിരിക്കുക എന്നുള്ളത്. അതിപ്പോൾ ഒരു നല്ല ഫ്രണ്ട്സ് ആയാലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൽ ആരെങ്കിലും ആയാലോ മതിയാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ.
പിന്നെ അമ്പലത്തിൽ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പോസിറ്റീവാണ്, എന്തോ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു രസമല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ രാവിലെ കുളിച്ച് ഒരുങ്ങി ഇങ്ങനെ അമ്പലത്തിൽ പോസിറ്റീവായിട്ട് വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഞാൻ അവിടെ കുറേ കണ്ടൊരു കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ആൽമരം ഉണ്ടെന്നാണ്. കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഇലകളുണ്ടെങ്കിലും അതിങ്ങനെ അനങ്ങുന്നതായാലും കാറ്റായാലും ഒക്കെ ഭയങ്കര ക്ലൈമറ്റൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു ക്ലൈമറ്റാണ്. എനിക്ക് അതൊക്കെ തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അമ്പലത്തിനുള്ളിലൊരു വിഗ്രഹത്തിൽ മാത്രമാണ് ദൈവം, അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ഒരാളേ അല്ല ഞാൻ. പക്ഷേ അമ്പലമായാലും പള്ളിയായാലും എവിടെയായാലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അതിൽ വിശ്വസിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണേനു. ഒരുപാട് സമയമായിട്ടോ ഞാൻ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. രാവിലെ പോകുന്നതാണ്. ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട്, കാരണം അത്രത്തോളം നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ നോക്കിയാൽ അറിയാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട്, പുതിയ പുതിയ അനുഭവങ്ങളാണ് അങ്ങനെ. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും വിട്ടേ. ഇനിയിപ്പോൾ ഇടയ്ക്ക് വരാലോ അങ്ങനെ വിചാരിച്ചു. പിന്നെ അവിടുത്തെ ഓരോ അമ്പലത്തിലും ഓരോ സ്ഥലത്തും വ്യത്യസ്ത അനുഭവങ്ങളാണുള്ളത്. പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഷൂട്ടൊക്കെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കാണെങ്കിലും മഴ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് തുളുമ്പണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നിർത്തി, പിന്നെ മഴ പെയ്തു, അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ഷോക്കാണ്, എല്ലായിടത്തും മഴയൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. സമയം ഒരുപാടായിട്ടും നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ സമയം പോയതേ അറിഞ്ഞിട്ടില്ല, കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അമ്പലക്കുളത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള സൈഡ് വ്യൂ ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിയ അമ്പലമായതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോസ് വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ജസ്റ്റ് അമ്പലം ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും വരിക, ഭയങ്കര അടിപൊളിയാണ്. ഇത്രയല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോയതാണ്. പിന്നെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ട് കുറേ എണ്ണം സ്കിപ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ഡിലീറ്റ് ആക്കിയതാണ്. പിന്നെ ഇപ്പോഴും മഴയൊന്നും തോന്നിട്ടില്ല കേട്ടോ, ഈ മഴയത്ത് തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇനി നേരെ അമ്പലത്തിൽ കൊടുത്ത് പോവുക, അവിടുത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഏകദേശം എല്ലായിടത്തും നമ്മൾ തൊഴുതിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അമ്പലക്കുളത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലക്കുളത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള അപ്പുറത്ത് ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പടി മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെ പഴയതിനോടൊക്കെ ഒരു പ്രത്യേക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ സൈഡിലിങ്ങനെ ഒരു തറവാട് പോലത്തത് കണ്ടിട്ടോ, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ പഴയ വീടും അവിടുത്തെ ആ ഒരു എന്തോ കൾച്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം തോന്നിട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ? പിന്നെ അമ്പലത്തിൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ അത് പ്രത്യേക വേറൊരു ഭംഗി. പിന്നെ ആ കല്ലുകളൊക്കെ കണ്ടോ, നല്ല രസമാണ്. പിന്നെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തിട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ വീഡിയോ എനിക്ക് എടുത്തു തന്നു. നല്ല രസമായിട്ടില്ലേ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ ഇത് മൊത്തം നമ്മൾ കയറി ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ കൊഴിട്ടോ. അമ്പലക്കുളത്തിനേക്കാൾ കുറച്ചും കൂടി ഭംഗി അവിടുത്തെ ഇങ്ങനെ പാറയിലും പിന്നെ വെള്ളം ഒലിക്കുന്നതും പിന്നെ അവിടുത്തെ ഇങ്ങനെ ഒരു നല്ല പച്ചപ്പും പിന്നെ ആൽമരമൊക്കെയാണ്. അതൊക്കെ നല്ല രസമാണ് കേട്ടോ സീനറി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടുന്ന് റീൽസും കാര്യങ്ങളും എടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതേ ആ ഒരു സ്ഥലങ്ങളാണ് കേട്ടോ ഇതേ കാണുന്നതൊക്കെ. പിന്നെ അവിടെ വലിയ ആൽമരമൊക്കെ ഉള്ളത് കാരണം അതിൻ്റേതായ ഒരു ഭംഗിയും കാര്യങ്ങളുണ്ട്. അതിന് ശേഷം ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കുറേ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാലം പോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴത്തേക്കാണ് ഇങ്ങനെ നമ്മുടെ കല്ലൊക്കെ ഉള്ളത്. എന്നിട്ട് അതിനകത്ത് നടുക്ക് കൂടിയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ 2 കടവായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ആൽമരത്തിൽ ഇലയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് കാല് നനയ്ക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഇവിടെ ഇപ്പോഴും ആൾക്കാർ വന്ന് കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ 2 പാർട്ടായിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്പൂതിരിമാർക്ക് വന്ന് നിൽക്കാനും പിന്നെ ബാക്കി വേറെ ആൾക്കാർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ 1-2 പേരൊക്കെ തന്നെ കുളിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പേര് അങ്ങോട്ട് പോയി, പിന്നെ കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ പാലത്തിൻ്റെ അവിടെ നിന്നിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അതിനകത്തേക്ക് മുഴുകിയിരിക്കുമ്പോൾ നമ്മൾ ആ കാര്യമൊക്കെ മറന്നു പോകും കേട്ടോ. പിന്നെ ഈ കല്ലെങ്ങാനും വീണ് പോയാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വീഴത്തൊന്നുമില്ല. പിന്നെ നല്ല രസമൊക്കെ ആയിരുന്നു. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോയി. പിന്നെ വേറെ എന്താ, കുറേ റീൽസ് ചെയ്തു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നുള്ള എനിക്ക് പോലും അറിയില്ല. കാരണം ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു വെള്ളം ഇങ്ങനെ ചാടി വരുന്നതൊക്കെ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ അവിടെ കണ്ട് കുറേ നേരം അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ താഴത്തിറങ്ങി കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആഴമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആഴം ഉള്ളത് പോലെയാണ് തോന്നുന്നത്. എനിക്ക് നീന്താനൊന്നും അറിയില്ലാത്തതുകൊണ്ടും പിന്നെ എങ്ങാനും അബദ്ധത്തിൽ വീണ് പോയി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് വെള്ളമൊക്കെ. അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ കാലൊക്കെ കഴുകി പുറത്തേക്ക് പോകുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയാണ്, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ നിറച്ചും കല്ല് ഫുള്ള് മൂടാനുള്ള വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോസും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അത് ഫുള്ളും വെള്ളം നല്ലതായിട്ട് നിറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പോയ ടൈം തന്നെ അത്യാവശ്യം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും പാടമൊക്കെ ആണെങ്കിലും വെള്ളം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കുളിക്കുന്ന ഈ കടവയാണെങ്കിലും കുറച്ച് നല്ല ഒഴുക്കോട് കൂടിയ വെള്ളം വരികയായിരുന്നു. പിന്നെ ഇപ്പോൾ അത് ഫുള്ള് മൂടിക്കാണും. കുറേ നേരമായിട്ട് ഞാൻ ആ പാലത്തുമ്മേടെ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നല്ല വിശപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്താൻ ഒരു മണിക്കൂറിൽ കൂടുതൽ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഏതായാലും ലേറ്റ് ആവും. അപ്പോൾ ഇവിടുന്ന് ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്നൊരു മസാല ദോശ കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അതിൻ്റെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മളിത് പോവാൻ വേണ്ടിയിട്ട് എത്തി. അപ്പോൾ സപ്പോർട്ടാക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ആക്കി കൊടുക്കണം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.